ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജീപ്പ് പണിക്ക് കയറ്റിയിരിക്കുകയാണ്. ഒരുപാട് പാച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നത്. ഡോറിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി. ഈ ബാക്ക് ബമ്പറിനൊക്കെ തന്നെ നല്ല രീതിയിൽ പണിയുണ്ടായിരുന്നു. പിന്നെ അകത്തെ കാര്യമൊന്നും പറയണ്ട, മൊത്തത്തിൽ നമുക്ക് തുരുമ്പടിച്ച് മൊത്തം ഫ്ലോറെല്ലാം കൊള്ളമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫ്ലോർ മൊത്തത്തിൽ മാറ്റി പുതിയത് വയ്ക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷത്തെ വെള്ളപ്പൊക്കത്തിനൊക്കെ നമ്മുടെ ജീപ്പ് വെള്ളത്തിൽ കൂടെ ഒക്കെ കുറേ ഓടേണ്ടി വന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഫ്ലോറൊക്കെ തുരുമ്പായിട്ടിരിക്കുകയാണ്. അപ്പം കൂടാതെ തന്നെ ഈ വർഷം കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വെള്ളപ്പൊക്കത്തിനാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടറിനും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പണിക്ക് കയറ്റുമ്പോൾ മൊത്തത്തിൽ അതെല്ലാം മാറ്റി നല്ല കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ പാച്ച് വർക്കുകളൊക്കെ തീർത്ത് നമ്മളുടെ ജീപ്പ് പെയിൻറ്റിങ്ങിന് കയറ്റിയേക്കുവാണ്. എല്ലാം പുട്ടിയൊക്കെ ഇട്ടൊന്ന് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ലെവലെല്ലാം ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഫ്ലോർ മൊത്തത്തിൽ നമ്മൾ മാറ്റി. ബാക്കിൽ നമുക്ക് മാറ്റേണ്ടി വന്നില്ല, ഫ്രണ്ടിലത്തെ മൊത്തത്തിൽ നമ്മൾ പുതിയതാക്കി. അതുപോലെ തന്നെ പാച്ച് വർക്കുകളുടെ കാര്യം, ഒരുപാട് പാച്ച് വർക്കുകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ മീനടത്തുള്ള പുത്തമ്പരപ്പടിയിലെ മധുച്ചേട്ടനാണ് നമുക്ക് ഈ പാച്ച് വർക്കുകൾ ചെയ്തു തന്നെ പറയാതിരിക്കാൻ വയ്യ. കിടിലനായിട്ട് ചേട്ടൻ ചെയ്തു തന്നു. അതുപോലെ തന്നെ ഇപ്പം പെയിൻറ്റിങ് അടിക്കുന്ന ചേട്ടനായിക്കോട്ടെ, നമുക്ക് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് നമുക്ക് വർക്ക് ചെയ്തു തന്നത്. ഇവിടെ കോട്ടയത്ത് വാകത്താനത്ത് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ഒരു പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലാണ് നമ്മൾ പെയിൻറ്റിങ്ങിന് കയറ്റിയത്. പ്രജോഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. എനിക്ക് അവിടുത്തെ വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത്, ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടെയാണ് ഈ പെയിൻറ്റിങ് വർക്ക്ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂട്ടാളികളും ഒക്കെ ഉണ്ട്. അതെനിക്ക് വലിയൊരു അട്രാക്ഷനായിട്ട് തോന്നി. അതുമാത്രമല്ല, മെയിനായിട്ട് എനിക്ക് അവിടുത്തെ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഫിനിഷിങ് നല്ല കിടിലനായിട്ട് അവർ നമുക്ക് പെയിൻറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ജീപ്പിന് അടിച്ചിരിക്കുന്ന പുതിയ കളറ്. ബാക്കിയെല്ലാ ഫിറ്റിങ്ങും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് മൊത്തത്തിലുള്ളൊരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ജീപ്പ് പണിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ജീപ്പ് പെയിൻറ്റിന് കയറ്റുവാണ്. അപ്പോൾ എന്തെങ്കിലും കളർ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പണികളെല്ലാം തീർന്ന് നമ്മുടെ ചുണക്കുട്ടൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പഴയ കളറിൽ നിന്നും ചെറിയ വ്യത്യാസപ്പെടുത്തി നമ്മൾ അടിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കളറ് ഒരു റെഡിഷ്നെസ് കൂടിയ ഒരു കളറാണ് ഈ പ്രാവശ്യം അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് നമ്മുടെ ജീപ്പിന് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നതായിരുന്നു. അത് നമ്മൾ ഈ പ്രാവശ്യം റെഡിയാക്കി എടുത്തു. എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഉണ്ടോ, അടിപൊളിയായില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇത് ഒറിജിനൽ ആർമി ഡിസ്ക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് ബമ്പറിന് നമ്മൾ ബ്ലാക്ക് കളറിൽ ഒരു ഗ്ലോസി പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതേ പെയിൻറ്റ് തന്നെയാണ്, ഗ്ലോസി പെയിൻറ്റ് തന്നെയാണ് നമ്മൾ ഈ സൈഡ് സ്റ്റാൻഡിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഡോറിൻ്റെ ഈ പോർഷൻ ഇത് നമ്മൾ കട്ട് ചെയ്തൊരു പുതിയൊരു പോർഷൻ ഇട്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ അണ്ടർ ബോഡി ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ബാക്ക് സൈഡിലെ ബമ്പറിന് അത് മൊത്തത്തിൽ പൊട്ടി ഇതായിട്ടിരിക്കുകയായിരുന്നു. അത് മൊത്തത്തിൽ നമ്മൾ മാറ്റി പുതിയതാക്കി. പിന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡിലെ ഫ്ലോറ് ഇത് കണ്ട, ഞാൻ പറഞ്ഞില്ലായിരുന്നു, മൊത്തം ഇത് തുരുമ്പടിച്ച് നശിച്ചിരിക്കുകയായിരുന്നു. അത് മുഴുവൻ നമ്മൾ മാറി നല്ല രീതിയിൽ പാച്ച് വർക്ക് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ പുതിയ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ജീപ്പ് പണിക്ക് കയറ്റിയത് കാരണം നമുക്ക് ഓഫ് റോഡ് വീഡിയോസൊക്കെ നമുക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഓഫ് റോഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ.